തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച അടിപൊളി മുട്ടക്കറി ഉണ്ടോ. ഇത് തേങ്ങ നല്ലവണ്ണം ഫൈനായിട്ട് അരച്ചിട്ട് നല്ലവണ്ണം തേങ്ങയുടെ പാലെടുത്തിട്ട് സവാളയും പച്ചമുളകും കൂടെ വഴറ്റി നല്ലവണ്ണം വഴണ്ടതിന് ശേഷം ഈ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് മുട്ടയും കൂടെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ടേക്കുവാണ്. ഇത് നല്ല അടിപൊളി തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയ മുട്ടക്കറിയാണ് കേട്ടോ. ഇത് ചോറിനോ ചപ്പാത്തിക്കോ എന്തിനു വേണമെങ്കിലും എടുക്കാം. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതാ കണ്ടോ, അടിപൊളിയായിട്ട് ഇതാ തേങ്ങാപ്പാൽ വെച്ച് മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം. കൂടെ അവസാനം ഇളക്കി ഈ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം നല്ലവണ്ണം സവാള എല്ലാം നല്ല വെന്തിട്ടുണ്ട്. ഈ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചതിന് ശേഷം നല്ലവണ്ണം തിളച്ചതിന് ശേഷം ഒരു തക്കാളിയും കൂടെ അരിഞ്ഞതാ ഇങ്ങനെ ഈ കഷ്ണമായിട്ട് നമുക്ക് എടുക്കാൻ കണക്കാക്കി ഇട്ട് വെച്ച് നോക്കൂ. തക്കാളി അധികം വെന്ത് ചേരരുത്. വേവുന്നതിന് ഒരു 1/4 ഭാഗം വേവാകുമ്പോൾ തന്നെ നിങ്ങൾ ഇറക്കി വയ്ക്കുക. ഇതുപോലുള്ള അടിപൊളി തേങ്ങാപ്പാലിൽ മുട്ടക്കറി റെഡിയാക്കാം. ഓക്കെ.